ബഹുമാനപ്പെട്ട ശ്രീ NP ചെക്കുട്ടി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വളരെ ഡിസ്റ്റിങ്വിഷ്ഡ് ആൻഡ് സീനിയറായിട്ടുള്ള സുഹൃത്തുക്കളെ, ഇന്ന് തന്നെ ഇവിടെ വന്ന് നിങ്ങളുടെ ഈ വളരെ പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാൻ അവസരം തന്ന ശ്രീ ചെക്കുട്ടിയോടും മറ്റ് ഈ സംഘടനയുടെ പദാധികാരികളോടും ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമത് ശ്രീ ഡോക്ടർ IB ബാബു, ശ്രീ B ഷാജു, അവർക്ക് സ്മരണാഞ്ജലിൻ്റെ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു. അവരുടെ ഒരു ഈ അവരെ സ്മരിക്കുന്ന ഈ യോഗത്തിൽ വന്ന് സംസാരിക്കുന്നത് എനിക്ക് പ്രത്യേകം ഇതിനെക്കുറിച്ചൊരു അർത്ഥവത്താക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. അതിന് നന്ദി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് വലിയ ടോപ്പിക്സാണ്. ഈ സാമൂഹ്യ നീതിയും ജാതി സെൻസസും. ഞാൻ ഈ രണ്ടിനെക്കുറിച്ചും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ജാതി സെൻസസിനെ കുറിച്ച് വളരെ സ്പെസിഫിക്കായിട്ട് ചില പോയിൻറ്റ്സ് പറഞ്ഞിട്ട് ഈ സാമൂഹ്യ നീതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ജാതി സെൻസസിനെ കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. എല്ലാവരും പറയുന്നത് ഈ ജാതി സെൻസസ് എന്ന് വെച്ചാൽ ആദ്യമായി ജാതികളുടെ ജനസംഖ്യ എണ്ണണം എന്നുള്ളൊരു ഡിമാൻഡാണ്. അത് ബ്രിട്ടീഷുകാർ നമ്മുടെ സമൂഹത്തിന് വിഭജിക്കാൻ വേണ്ടി അവരുടെ 8 സെൻസസുകളിൽ ജാതിയുടെ ജനസംഖ്യ എണ്ണി. ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞിട്ട് ഇപ്പോൾ 8ാമത്തെ സെൻസസ് ആയിരുന്നു നടക്കേണ്ടത്. അത് നടന്നില്ല. ആ 8 സെൻസസിലും ഈ ജാതിയുടെ ജനസംഖ്യ ഉൾപ്പെടുത്തിയില്ല. അത് സമൂഹത്തിന് വിഭജിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ജാതിത്വം വളരും. ജാതികളുടെ ജനസംഖ്യ എണ്ണിയാൽ സ്വത്വം ശക്തിപ്പെടും, ജാതി സ്വത്വം ശക്തിപ്പെടും. അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കിയിരിക്കുന്നത്. സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും ഐക്യത്തിനും വേണ്ടി ഈ ജാതികളുടെ ജനസംഖ്യ എണ്ണി ആ സ്വത്വത്തിനെ ശക്തിപ്പെടുത്തരുത്, ആ വിവരം ശേഖരിക്കരുത് എന്നാണ് ഇവിടുത്തെ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും പറയുന്നത്. പക്ഷെ നമ്മൾ ഇവർ പറയുന്നത് നമ്മൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കൺക്ലൂഷൻ, ഇപ്പോൾ ഇവരുടെ കയ്യിൽ ജാതികളുടെ ജനസംഖ്യ കണക്കില്ല എന്നാണ്. എന്നുവെച്ചാൽ എണ്ണുന്നില്ലല്ലോ സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട്. ഇന്നലെ ഞാൻ കണ്ണൂർ ഒരു മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്സസ് ഫെഡറേഷൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യായിരുന്നു. 32 ചെറിയ സമുദായങ്ങളുണ്ട്. വളരെ ദുരിതം അനുഭവിക്കുന്ന സമൂഹങ്ങളാണ്. അവരെ എല്ലാവരെയും കൂടെ 3% ടോട്ടൽ റിസർവേഷൻ്റെ 3% കിട്ടുന്ന 132 മറ്റ് കമ്മ്യൂണിറ്റീസ് ഒന്നിച്ചൊരു ബാസ്ക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? ഇവരുടെ ജനസംഖ്യ കേരള ജനസംഖ്യയുടെ 2% കുറവാണെന്നാണ്. ഇപ്പം എനിക്കൊരു ചോദ്യമുള്ളത്, ഇത്രയും നാൾ സമുദായങ്ങളുടെ ജനസംഖ്യ എണ്ണുന്നില്ല എങ്കിൽ നമ്മളിപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നത് ഇത് എണ്ണണം എന്നാണെങ്കിൽ ഈ 132 സമുദായങ്ങൾക്ക് അവരുടെ ജനസംഖ്യ കേരള ജനസംഖ്യയുടെ 2% കുറവാണെന്ന് സർക്കാരിന് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാം? എന്ത് ബേസിസിലാണ് അവരോട് പറയുന്നത് നിങ്ങളുടെ ജനസംഖ്യ 2% കുറവാണ് കേരള ജനസംഖ്യയിൽ? അത് എണ്ണാതെ പറയാനൊക്കോ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും വർഷങ്ങളായി ബ്രിട്ടീഷ് സമയത്ത് നടന്നതുപോലെ സമുദായങ്ങളുടെ ജനസംഖ്യ സർക്കാർ എണ്ണുന്നുണ്ട്. അതാണ് സത്യം. ആ കണക്ക് അവരുടെ കയ്യിലുണ്ട്. ആ ബേസിസിൽ അവർ ഈ 132 സമുദായങ്ങളോട് പറയാണ്, നിങ്ങളുടെ ജനസംഖ്യ 2% കുറവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ 3% തരും. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 132 ഒരു സമുദായത്തിൻ്റെ ഷെയർ. അപ്പോൾ പ്രശ്നം എന്താണ്?
അപ്പോൾ ഒരു കാര്യം ക്ലിയറാണ്, ജാതികളുടെ കണക്ക് ജനസംഖ്യയുടെ കണക്കെടുക്കണം എന്നുള്ളൊരു പുതിയ കാര്യമല്ല, പഴയ കാര്യം തന്നെ. പിന്നെ പ്രശ്നം എന്താണ്? പ്രശ്നം ഈ മതങ്ങളുടെ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് മുതലായ മതങ്ങളുടെ ജനസംഖ്യ എണ്ണുന്നതും ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിൻ്റെ ജനസംഖ്യ എണ്ണുന്നതും സെൻസസിൻ്റെ ഭാഗമായി 100% തല എണ്ണിയാണ് എടുക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള സമുദായങ്ങളുടെ ജനസംഖ്യ സാമ്പിൾ സർവേയിൽ കൂടെയാണ് എടുക്കുന്നത്. സാമ്പിൾ സർവേ എന്ന് വെച്ചാൽ എന്തിനുള്ള സാമ്പിൾ സർവേ? ജനസംഖ്യ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സാമ്പിൾ സർവേ അല്ല. ന്യൂട്രീഷൻ, ഹെൽത്ത്, റോഡ്സ്, എഡ്യൂക്കേഷൻ ഇങ്ങനത്തെ പ്രോഗ്രാംസിന് വേണ്ടി സാമ്പിൾ സർവേ നടത്തുന്നു. ആ സാമ്പിൾ സർവേയിൽ അവർ ചോദിക്കുന്നു, ഈ എഴുത്തച്ഛന്മാർ എത്രയുണ്ട്, ഈഴവർ എത്രയുണ്ട്, നിങ്ങൾ എന്ത് കമ്മ്യൂണിറ്റിയാണ്, ആ സാമ്പിളിനോട് ചോദിക്കുന്നു. ആ സാമ്പിൾ സർവേയിൽ നിന്ന് അവർ ഒരു നമ്പർ കണ്ടുപിടിക്കുന്നു. അത് ഈ സമുദായങ്ങളുടെ ജനസംഖ്യയുടെ പോപ്പുലേഷനായിട്ട് അവർ കണക്കാക്കുന്നു. പക്ഷേ ഈ സാമ്പിൾ സർവേ ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ ഉദ്ദേശം വെച്ചിട്ടാണ്, അല്ലാതെ മറ്റൊരു പേർപ്പസിനല്ല. ഇപ്പോൾ പാളയം പള്ളിയിൽ എത്ര ട്രിവാൻഡ്രത്തെ പാളയം പള്ളിയിൽ, മുസ്ലിം പള്ളിയിൽ എത്ര ട്രാഫിക് വരുന്നു, എത്ര പാർക്കിംഗ് ഉണ്ട്, എത്ര ആൾക്കാർ വരുന്നു എന്ന് ഒരു സർവേ നടത്തുന്നു. അതിലൊരു കോളം ഇടുന്നു, ഇവിടെ വരുന്ന ആൾക്കാരുടെ മതം എന്താണ്, ജാതി എന്താണെന്ന് ചോദിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ കേരളത്തിൻ്റെ ജനസംഖ്യ കണക്കെടുത്താൽ അവിടെ മുസ്ലിം പോപ്പുലേഷൻ വളരെ ഹൈ ആയിരിക്കും, നായർ പോപ്പുലേഷൻ വളരെ ലോ ആയിരിക്കും. മറിച്ച് പത്മനാഭ ടെമ്പിളിൽ, ട്രിവാൻഡ്രത്ത് പത്മനാഭ ടെമ്പിളിൽ ഇത് ചെയ്താൽ നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ ഈ സാമ്പിൾ കണക്ക് കൺസിസ്റ്റൻ്റ് അല്ല, അതൊരു വാലിഡ് മെത്തഡോളജിയാണ്. പക്ഷേ ആ മെത്തഡോളജി ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്, ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയാണ്. ജനസംഖ്യ കണക്ക് കൂട്ടാൻ ലോകത്തെവിടെയും സാമ്പിൾ സർവേ ഉപയോഗിക്കാറില്ല. ഫോർ സെൻസസിലൂടെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നത് സമുദായങ്ങളുടെ ജനസംഖ്യ എണ്ണണം എന്നല്ല, അത് എണ്ണിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ വ്യാജമായ സാമ്പിൾ സർവേ മെത്തഡോളജി മാറ്റി ടെക്നിക്കലി കറക്റ്റായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള 100% തലയെണ്ണൽ, 100% ഹെഡ് കൗണ്ട് മെത്തഡോളജി ഉപയോഗിക്കണം ടു കാൽക്കുലേറ്റ് ദി പോപ്പുലേഷൻ ഓഫ് സോഷ്യൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്നാണ് നമ്മുടെ ഡിമാൻഡ്. 1968 ഇവിടെ ഒരു സർവേ നടത്തി. EMS നമ്പൂതിരിപ്പാട് ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഒരു സോഷ്യൽ ആൻഡ് ഇക്കണോമിക് സർവേ നടത്തി കേരളത്തിൽ. അതിൽ സമുദായങ്ങളുടെ ജനസംഖ്യയും അവരുടെ റിസോഴ്സസും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഇൻവോൾവ് ആയിട്ട് അതിനെക്കുറിച്ച് അറിയുന്ന ഒരു ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു എക്കോണമിസ്റ്റ് എന്നോട് പറഞ്ഞു, EMS പ്രത്യേകം പറഞ്ഞു, ഈ ജനസംഖ്യ പോപ്പുലേഷൻ നിങ്ങൾ നോക്കണം, പക്ഷേ നോട്ട് ഓൺ ബേസിസ് ഓഫ് 100% ഹെഡ് കൗണ്ട്, ഓൺലി ത്രൂ സാമ്പിൾ സർവേ. അപ്പോൾ ഈ സാമ്പിൾ സർവേ ഉപയോഗിക്കുമ്പോൾ ചില കമ്മ്യൂണിറ്റീസിൻ്റെ ഹെഡ് കൗണ്ട് എക്സാജറേറ്റ് ചെയ്യാനും ചിലത് കുറയാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒരുപാട് സ്കോപ്പുണ്ട്. നമുക്കറിയേണ്ടത് സത്യമാണ്. നിങ്ങൾ എണ്ണുന്നു, ഒന്നുകിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെയും പോപ്പുലേഷൻ നിങ്ങൾ എണ്ണരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിം പോപ്പുലേഷൻ എണ്ണുന്നത്? എന്തുകൊണ്ടാണ് ഹിന്ദു പോപ്പുലേഷൻ എണ്ണുന്നത്? എന്തുകൊണ്ടാണ് ലാസ്റ്റ് സെൻസസ് നടത്താത്തത്? എന്നുവെച്ചാൽ അതിലൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. അവർ മോണിറ്റർ ചെയ്യാണ് മൈനോറിറ്റീസിൻ്റെ പോപ്പുലേഷൻസ് എക്സാക്ട്ലി ആക്യുറേറ്റ്ലി എന്താണ്, എവിടെയാണ്, ഏത് ഏരിയാസിൽ അവരെത്രയുണ്ട് എന്നറിയണം. അത് ആക്യുറേറ്റായിട്ട് അറിയണം. ഒന്നുകിൽ ആരുടെയും ഒരു ഗ്രൂപ്പിൻ്റെയും ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റിയുടെയും പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ എല്ലാവരുടെയും ചെയ്യണം. എല്ലാവരുടെയും ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് മെത്തഡോളജി ഉപയോഗിക്കണം. സോ ആദ്യത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പലർക്കും അറിഞ്ഞുകൂടാത്തതാണ്, ദ ഡിസ്പ്യൂട്ട് ഇസ് അബൌട്ട് മെത്തഡോളജി. സ്റ്റോപ്പ് യൂസിങ് എ ഫോൾസ് മെത്തഡോളജി, യൂസ് എൻ ആക്യുറേറ്റ് മെത്തഡോളജി. അത്
പുറത്ത് ഇതിനെ ഹൈലൈറ്റ് ചെയ്യാത്തത് ബിക്കോസ് അത് അവർക്ക് ഡിനൈ ചെയ്യാൻ ഒക്കില്ല. ഹൗ കെൻ ദേ സേ നോ വി വിൽ യൂസ് എ ഫോൾസ് മെത്തഡോളജി, വി വിൽ നോട്ട് യൂസ് എൻ ആക്യുറേറ്റ് മെത്തഡോളജി. അത്രയേ ഉള്ളൂ. നൗ വൈ ഈസ് ദർ എ റെസിസ്റ്റൻസ്? അവിടെയാണ് നമ്മൾ സോഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ സെൻസസിൻ്റെ ഇഷ്യൂ ഇത്രയേ ഉള്ളൂ. സെൻസസിൽ ഉപയോഗിച്ചാൽ ഇപ്പോൾ ഈ സെൻസസ് എടുക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും പോയിട്ട് നിങ്ങളുടെ സോഷ്യൽ ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട്. ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം വരുമ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, റിലിജൻ ആണെങ്കിൽ അത് എൻറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ സോഷ്യൽ കമ്മ്യൂണിറ്റിയുടെ ഇൻഫർമേഷൻ പറയുമ്പോൾ അത് എൻറ്റർ ചെയ്യുന്നില്ല. എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇൻഫർമേഷനെ ഡെലിബറേറ്റ്ലി സപ്രസ് ചെയ്യാണ്. ഓരോ വീട്ടിൽ പോയിട്ട് സോഷ്യൽ കമ്മ്യൂണിറ്റി എന്താണ്, സോഷ്യൽ ഐഡൻറ്റിറ്റി ആണെന്ന് ആ ക്വസ്റ്റനറിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആൻസർ വരുമ്പോൾ സം പാർട്ട് ഓഫ് ദറ്റ് ഇൻഫർമേഷൻ ഈസ് എക്സ്ക്ലൂഡഡ്, സം ഈസ് ഇൻക്ലൂഡഡ്. അപ്പോൾ അതിൻ്റെ പോളിറ്റിക്സ് എന്താണ്? അതിൻ്റെ പോളിറ്റിക്സ് ഈസ് റിയലി ദ സ്ട്രഗിൾ ഓവർ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. This is one of the least known but most important struggles, political struggles going on in India. ഈ സ്ട്രഗിൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ, as we know, it has been talking about it. പക്ഷേ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ 1930 ഡോക്ടർ ബി ആർ അംബേദ്കർ ഡിമാൻഡ് ചെയ്തു on behalf of the depressed classes. In a memorandum he submitted to the round table conference with 8 demands, 8 conditions, safeguards എന്ന് പറഞ്ഞിട്ട് he submitted a paper. അതിൽ number 4 and number 5 was about representation. അതിനു മുമ്പ് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, all of ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും റെസ്പോൺസിബിൾ ഗവൺമെൻറ്, ഇലക്റ്റഡ് ഗവൺമെൻറ്, തിരഞ്ഞെടുത്ത ഗവൺമെൻറ് വേണം എന്നുള്ള ഡിമാൻഡ് കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഡിപ്രസ് ക്ലാസ്സസ് അത് ഫുള്ളി നാച്ചുറലി സപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങളുടെ ഡിമാൻഡാണത്. പക്ഷേ ഡിപ്രസ് ക്ലാസ്സസിന് ഒരു കാര്യം കൂടെ വേണം, വൺ മോർ തിങ് വിച്ച് ഇസ് നോട്ട് ബീങ് ഡിമാൻഡഡ് ബൈ എനിബഡി എൽസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിമാൻഡ് ചെയ്യുന്നില്ല, ആരും ഡിമാൻഡ് ചെയ്യുന്നില്ല. ഓൺലി ഡിപ്രസ് ക്ലാസ്സസ്, ഓൺലി ഡോക്ടർ അംബേദ്കർ മേക്സ് ദിസ് ഡിമാൻഡ്. And that demand is for representative democracy, representative government. അദ്ദേഹം പറയുന്നു, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ്, റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്. അതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ അദ്ദേഹം ഈ കണ്ടീഷൻ നമ്പർ 4 ആൻഡ് കമ്മീഷൻ നമ്പർ 5 കോൺസ്റ്റിറ്റ്യൂഷണൽ ലാംഗ്വേജ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നു, ലെജിസ്ലേച്ചറിൽ depressed classes, not all classes, depressed classes must have due and adequate representation in the legislature with separate electorates for 10 years, after that joint electorates. ഇതാണ് പിന്നെ വലിയ ഗാന്ധിജി ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായി പൂനെ പാക്റ്റിൽ അവസാനിച്ചത്. ഇതിൻ്റെ aftermath was felt after 12 days after independence on 27th August 1947. Constituent Assemblyയിൽ സർദാർ പട്ടേൽ presents a report of the Minorities Committee to the Constituent Assembly on 27th August 1947. അതിൽ അദ്ദേഹം പ്രൊപ്പോസ് ചെയ്യുന്നു, on behalf of the Minorities Committee of the Constituent Assembly, to the Constituent Assembly, that while there is no separate electorate, he says we are dealing with two groups of minorities, those who are above 2% and those who are below 2%. അവിടെ നിന്നാണ് ഈ 2% വരുന്നത്. ഈ above 2% മൈനോറിറ്റീസ് ആരെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സർദാർ പട്ടേൽ? മുസ്ലിംസ്, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്. എന്നിട്ട് he identifies socially and educationally backward classes in that minorities report also as minorities. Because minoritiesന്റെ അർത്ഥം വെറും റിലീജിയസ് മൈനോറിറ്റീസ് മാത്രമല്ലായിരുന്നു. All weaker sections, all powerless people were considered minorities. അപ്പോൾ in the Constituent Assembly and part of the Constitution, SC/ST are also minorities. ആ റിപ്പോർട്ടിൽ സർദാർ പട്ടേൽ പ്രൊപ്പോസ് ചെയ്യുന്നത് എന്താണ്? ലെജിസ്ലേച്ചറിൽ SC/STക്ക് മൈനോറിറ്റീസിനും റിസർവേഷൻ വേണമെന്ന് പ്രൊപ്പോസ് ചെയ്യുന്നു. And then he says in that report, there is another demand, ക്യാബിനറ്റിൽ റിസർവേഷൻ വേണം എന്നൊരു ഡിമാൻഡ് ഉണ്ട്. ഈ സെറ്റ് അത് അക്സെപ്റ്റ് ചെയ്താൽ കുറച്ച് റിജിഡായി പോകും.
അതുകൊണ്ട് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അനക്ഷർ വെക്കാൻ പോവുകയാണ്. Advisory to the governor. When you invite, and the president, when you invite somebody to form a government, you have to instruct that person to make sure that minorities are adequately represented in the cabinet. Reservation in the legislature and in parliament. A constitutional advisory that there must be representation in the cabinet. ഈ സേഫ് ഗാർഡ്സ് സർദാർ പട്ടേൽ പ്രസൻറ്റ് ചെയ്യുന്നു. 49 മുസ്ലിം റിസർവേഷൻ ഇൻ ദി ലെജിസ്ലേച്ചർ വാസ് വിത്ഡ്രോൺ. ക്യാബിനറ്റ് റെപ്രസെൻറ്റേഷൻ അഡ്വൈസറി വാസ് ഫോർഗോട്ടൺ. അപ്പോൾ ഡോക്ടർ അംബേദ്കർ തുടങ്ങിയ ഈ ഡിമാൻഡ് ഫോർ റെപ്രസെൻറ്റേഷൻ ദ ലെജിസ്ലേച്ചർ വാസ് വെരി പവർഫുൾ, ലെഡ് ടു ദ പൂനെ പാക്ട്. സ്റ്റിൽ ദേ ഹാഡ് ടു ഡീൽ വിത്ത് ഇറ്റ് ടിൽ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് വന്ന് ഓൾ ദ പവർ വെന്റ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദി ഡോമിനന്റ് ഹിന്ദു ക്ലാസസ്. ആഫ്റ്റർ ദാറ്റ് ദേ ഫോർഗോട്ട് ഓൾ ദാറ്റ്. That is condition number 4. Condition number 5 is representation in the executive branch and the judiciary. അതിൽ ഡോക്ടർ അംബേദ്കർ ഫോർമുലേഷൻ ഇൻ ദിസ് 1930 റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഡോക്യുമെൻറ്റ് ഈസ് ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഫോർ ഓൾ കമ്മ്യൂണിറ്റീസ്, നോട്ട് ജസ്റ്റ് ഡിപ്രസ്ഡ് ക്ലാസസ്, ഓൾ കമ്മ്യൂണിറ്റീസ് in proportion to their population. How? By establishing constitutional public service commissions that will ensure that recruitment into public employment is so regulated as to ensure the due and adequate representation of all communities. Idana his actual language. Idil backward എന്നൊരു വാക്കില്ല, റിസർവേഷൻ എന്നൊരു വാക്കില്ല ഈ ഫോർമുലേഷനിൽ. All communities must have due and adequate representation. Due means proportional to the population. Adequate means minimum for small communities. ഇതാണ് അംബേദ്കർ വെച്ച ഡിമാൻഡ്. ദിസ് ഡിമാൻഡ് വാസ് ഓൾസോ ഇൻ പ്രിൻസിപ്പിൾ അക്സെപ്റ്റഡ്. ഈ ഡിമാൻഡാണ് 16(4) വരുന്നത്. സോ റിസർവേഷൻ ഒരു ടൂൾ മാത്രമാണ് ഫോർ റെപ്രസെൻറ്റേഷൻ, ഫോർ ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ്. ഡിമാൻഡ് വാസ് നോട്ട് ഫോർ റിസർവേഷൻ, ഇറ്റ് വാസ് ഫോർ റെപ്രസെൻറ്റേഷൻ. റിസർവേഷനെക്കാളും നല്ലൊരു ടൂൾ നമുക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ വി വിൽ ത്രോ റിസർവേഷൻ ഇൻ ടു ദി അറേബ്യൻ സീ, ആസ് ഐ ആർഗ്യൂഡ് ബിഫോർ ദ സുപ്രീം കോർട്ട്. വി ഡോണ്ട് കെയർ ഫോർ റിസർവേഷൻ, വി വോണ്ട് റെപ്രസെൻറ്റേഷൻ. We can have representation like Dr. Mahathir Mohamad did in Malaysia. അവിടെ റയറ്റ്സ് ഉണ്ടായി 60s. There was a monopoly, economic oligarchy of Chinese dominating the economy. Dr. Mahathir എന്ത് ചെയ്തു? Chinese must have representation in the economy. And to ensure that representation, he brought in a law. മലേഷ്യയിൽ ഏത് കമ്പനി രജിസ്റ്റർ ചെയ്താലും mandatorily, without having to make any investment, a Malay has to be a partner, equity partner. 40-50 years later, the Malays' condition has improved. There is communal peace. There is no riots after that, because Malays are represented in every boardroom of these companies, not only in parliament and the legislature. അപ്പോൾ റിസർവേഷൻ ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ ലെറ്റ് us bring the Mahathir Mohamad formula here and apply that and say there shall be representation in the boardroom of companies of all communities who are not represented. ഇപ്പോൾ ഡോക്ടർ അംബേദ്കർ മുമ്പോട്ട് വെച്ചത് is a demand for representative democracy. റിസർവേഷൻ ഒരു ടൂളായിട്ട് അദ്ദേഹം വെച്ചു. ആ ടൂളിനെ ഈ 75 വർഷത്തിൽ വളരെ സിവിയർലി അണ്ടർമൈൻ ചെയ്തു. By who? Dr. Ambedkar warned in 1930 in the Round Table Conference. He said when the British leave India, അദ്ദേഹം പറഞ്ഞു India will be ruled by an oligarchy. Oligarchy നമുക്കറിയാം, monarchy means one person's rule is monarchy. Oligos means few people. Oligarchy means ruled by a few people. Why did he say that? എന്തുകൊണ്ടാണ് പറഞ്ഞത്? ബിക്കോസ് ഈ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത് 3 വലിയ പവർഫുൾ സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഉണ്ടായിരുന്നു, ഫോമർ റൂളേഴ്സ് ഓഫ് ഇന്ത്യ ആയ മുസ്ലിംസ് ഉണ്ടായിരുന്നു, പിന്നെ ഡോമിനൻ്റ് ഹിന്ദു കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു.
ഇൻഡിപെൻഡൻസ് വന്നപ്പോഴത്തേക്ക് നമ്പർ 1 and നമ്പർ 2. നമ്പർ 1 the British were kicked out. നമ്പർ 2 the elite powerful former ruling Muslim class അവരുടെ സ്വന്തം ഒരു രാജ്യമുണ്ടാക്കി അവർ ഗുഡ് ബൈ പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ഈ ഡോമിനൻ്റ് ഹിന്ദു കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു ഓളിഗാർക്കിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. 4 കമ്മ്യൂണിറ്റീസാണ് ഇന്ത്യ ഭരിക്കുന്നത്. കേരളത്തിന് ഭരിക്കുന്നത് ബേസിക്കലി 3 കമ്മ്യൂണിറ്റീസ്, 2 കമ്മ്യൂണിറ്റീസാണ്. ബ്രാഹ്മിൻസ് ആൻഡ് 2 കമ്മ്യൂണിറ്റീസ് ദാറ്റ് ക്ലെയിം ദംസെൽവ്സ് ടു ബി ഡിസെൻഡൻസ് ഓഫ് ബ്രാഹ്മിൻസ്. ഇപ്പോൾ സുപ്രീം കോർട്ടിൽ നോക്കിയാലും ഹൈക്കോർട്ടിൽ നോക്കിയാലും വി സീ ട്രെമൻഡസ് കോൺസെൻട്രേഷൻ ഫ്രം ദീസ് കമ്മ്യൂണിറ്റീസ്. ഇന്ന് വരെ സുപ്രീം കോർട്ടിൽ കേരളത്തിൽ നിന്ന് പോയ ജഡ്ജസ് നോക്കിയാൽ 2 മുസ്ലിംസും 2 ദളിത്സും ഉള്ളൂ. ഒരൊറ്റ ഈഴവ കമ്മ്യൂണിറ്റി മെമ്പർ ഇന്ന് വരെ ഇന്ത്യൻ സുപ്രീം കോർട്ടിൽ ജഡ്ജായിട്ടില്ല. നോട്ട് വൺ. ഒരൊറ്റ യാദവ് എന്ന് പേരുള്ള ഒരാൾ സുപ്രീം കോർട്ട് ജഡ്ജായിട്ടില്ല. ഇന്ന് 34 ജഡ്ജസ് സുപ്രീം കോർട്ട് ഉണ്ടെങ്കിൽ ഒരു 15 പേര് ബ്രാഹ്മിൻസ് മാത്രമാണ്. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള ഹൈക്കോർട്ടിൽ ഒരു 60-65% ഈ ഡോമിനൻ്റ് 3 കമ്മ്യൂണിറ്റീസാണ് ജഡ്ജസ് ഉള്ളത്. ബാറിലായാലും ഏത് സെക്ഷനിൽ നോക്കിയാലും ഈ 4 കമ്മ്യൂണിറ്റീസും നാഷണൽ ലെവലിലും ഇങ്ങനത്തെ ഓളിഗാർക്കീസ് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഈ ഓളിഗാർക്കി കമ്മ്യൂണിറ്റീസാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇതിനെ ക്ഷണത്തിൽ ഇല്ലാതാക്കാനുള്ള ഏക പ്രതിവിധി റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്റാണ്. To ensure that all communities have due and adequate representation in the executive, legislature and the judiciary. അതാണ് ഡോക്ടർ അംബേദ്കർ മുന്നിൽ വെച്ച്. അത് വേണമെങ്കിൽ സെൻസസ് വേണം, ആക്യുറേറ്റ് സെൻസസ് വേണം. ആക്യുറേറ്റ് സെൻസസ് ഇല്ലാതെ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഒക്കില്ല, നിർണ്ണയിക്കാൻ ഒക്കില്ല. അപ്പോൾ ഈ സെൻസസിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് റെസിസ്റ്റ് ചെയ്യാനാണ്. ഡോക്ടർ അംബേദ്കറിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്താൽ ഇന്ത്യൻ സുപ്രീം കോർട്ടിൽ ഇപ്പോൾ മൂന്നാമത്തെ ഒരാളാക്കി 3 ജഡ്ജസ്. ഞങ്ങളിത് പറഞ്ഞിപ്പം 2 3 ഷെഡ്യൂൾ കാസ്റ്റ് ജഡ്ജസ്. വെരി ഹാപ്പി. Hopefully there should be a Irava judge also in the Supreme Court, because we are highlighting the fact that in the history of India there has never been a Supreme Court judge from Irava or Yadava communities with the name Yadava. പക്ഷേ സുപ്രീം കോർട്ടിൽ ഡോക്ടർ അംബേദ്കറിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 8 ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ജഡ്ജസ് ഉണ്ടാകേണ്ടതാണ്, 20 അവർണസ് ഉണ്ടാകേണ്ടതാണ്, നോൺ കാസ്റ്റ് പീപ്പിൾ, ഔട്ട് ഓഫ് കാസ്റ്റ് പീപ്പിൾ. നമ്മൾ ഔട്ട് കാസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. വി ആർ ഔട്ട് ഓഫ് കാസ്റ്റ്. കാസ്റ്റ് ഇസ് വി ഹാവ് നോ കാസ്റ്റ്. വി ആർ ഔട്ട് ഓഫ് കാസ്റ്റ്. വി കനോട്ട് ബി കാസ്റ്റീസ്റ്റ്. വി ആർ ഔട്ട് ഓഫ് കാസ്റ്റ്. ഈ ഔട്ട് ഓഫ് കാസ്റ്റ് ഇന്ന് 20 ജഡ്ജസ് ഉണ്ടാകേണ്ടതായിരുന്നു. 5 മുസ്ലിം ക്രിസ്ത്യൻ ജഡ്ജസ് ഉണ്ടാകേണ്ടതാണ്. ഒരു നമുക്ക് ആക്ച്വലി ഫുള്ളി എൻറ്റൈറ്റിൽമെൻ്റ് ഇല്ലെങ്കിലും ഒരു ദ്വിജ സവർണ ജഡ്ജാണ് മാക്സിമം ഉണ്ടാകുന്നത് സുപ്രീം കോർട്ടിൽ. ഇങ്ങനെ സോഷ്യൽ കോമ്പസിഷൻ ഉള്ളൊരു സുപ്രീം കോർട്ടിൻ്റെ ജൂറിസ്പ്രൂഡൻസ് വിൽ ഇറ്റ് ബി ഡിഫറെൻറ്റ് ഓർ വിൽ ഇറ്റ് ബി ദ സെയിം? വി ക്യാൻ ഇമാജിൻ. ഇങ്ങനത്തെ ഒരു കോമ്പസിഷനുള്ളൊരു സുപ്രീം കോർട്ടിൽ നിന്നും ഒരു അയോധ്യ ജഡ്മെൻറ്റ് വരുമായിരുന്നോ, ഒരു EWS ജഡ്മെൻറ്റ് വരുമായിരുന്നോ? ഇറ്റ്സ് ലെഫ്റ്റ് ടു ഇമാജിനേഷൻ, ബട്ട് വി ഷുഡ് ഇമാജിൻ എ ഡെമോക്രാറ്റിക് റെപ്രസെൻറ്റേറ്റീവ് സുപ്രീം കോർട്ട്. അമേരിക്കയിൽ 9 ജഡ്ജസേ ഉള്ളൂ സുപ്രീം കോർട്ടിൽ. അതിൽ കഴിഞ്ഞ ഒരു ആൾ റിട്ടയർ ചെയ്തപ്പോൾ അവരെല്ലാവരും തീരുമാനിച്ചു ഒരു ബ്ലാക്ക് അമേരിക്കൻ വുമൺ മസ്റ്റ് ബിക്കം എ ജഡ്ജ്. They appointed a black American woman. ഒരു ബ്ലാക്ക് അമേരിക്കൻ മെയിൽ ഉണ്ടായിരുന്നു. We want a female also. Black Americans are hardly 10-12% of the population. And they have 2 judges on the Supreme Court. ഇന്ന് 9 ജഡ്ജസ് നോക്കിയാൽ there is not a single judge who has been born into the dominant community which is white Anglo-Saxon Protestant male. ഒരാൾ പോലും ഇല്ല. Imagine an Indian Supreme Court which has no
dominant Hindu community member at all. That is the situation in the United States. അതുകൊണ്ട് ബിക്കോസ് അവർ തുടങ്ങിയത് അവരുടെ ഫ്രീഡം സ്ട്രഗിൾ എങ്ങനെയാണ് തുടങ്ങിയത്? നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ പറഞ്ഞിട്ടാണ്. സോ ദേ ടേക്ക് റെപ്രസെൻറ്റേഷൻ വെരി സീരിയസ്ലി. അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വന്നു കഴിഞ്ഞാൽ ഈ ഓളിഗാർക്കി വിൽ എൻഡ്. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ബ്ലോക്ക് ചെയ്യണമെങ്കിൽ സെൻസസ് ഹാസ് ടു ബി, സോഷ്യൽ സെൻസസ് ഹാസ് ടു ബി ബ്ലോക്ക്ഡ്. And so all the parties are controlled by people from this dominant oligarchic social background parties. ഈ വ്യക്തികളാണ് ഈ എല്ലാ പാർട്ടികളെയും കൺട്രോൾ ചെയ്യുന്നത്. They don't want to see. Why do they not want to see representative government? That's the next question. The first point was it's a question of methodology. Why? Simple thing. You're already counting. Use the census instead of the sample survey. It's not so complicated. Why are they resisting it? Because they are resisting representative democracy. Why are they representing? Who is resisting? It's the oligarchy that is resisting. But why are they resisting? Avade raises a very important point comes up. Ee representative democracy the unit endana. Ambedkar used the word communities. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ സമുദായങ്ങൾ, സമ ഉദയം, സമുദായം. വെരി ഓപ്പൺ വേർഡ്, വെരി ബ്രോഡ് വേർഡ്. He did not say caste, he did not say classes. The constitution says backward classes. Backward എന്നും ക്ലാസ് എന്നും അംബേദ്കർ പറഞ്ഞില്ല. അത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് another detailed ടോപ്പിക്കാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ the important question for us is who should be represented? അതിൽ the important question, the sub-important question is, what is the role of samudayanga in India? Are they an asset for India or a threat to India? Samudayikada, is it a threat or an asset to India? Idil there is a serious issue. What is a samudayam? നമ്മൾ സമുദായം എന്ന് പറഞ്ഞാൽ കാസ്റ്റ് എന്ന് പറയും. ഇപ്പം ജാതി സെൻസസ് എന്ന് പറയുന്നു. ആക്ച്വലി അത് തെറ്റ് യൂസേജാണ്. ഇത് കാസ്റ്റും അല്ല. ഔട്ട് ഓഫ് കാസ്റ്റിൻ്റെ സെൻസസ് എടുക്കുന്ന കാസ്റ്റ് സെൻസസ് ആണ് നമ്മൾക്ക് എങ്ങനെ പറയാം? ഔട്ട് കാസ്റ്റിൻ്റെ സെൻസസ് അല്ലേ, അത് കാസ്റ്റ് സെൻസസ് അല്ല. ജാതി എന്ന് നാരായണ ഗുരു വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. നാരായണ ഗുരുസ് പ്രിസിഷൻ ഓഫ് തിങ്കിങ് ഇസ് റിമാർക്കബിൾ. ഈ സെ ജാതി മീൻസ് ജന്മരീതി. ജന്മരീതി എന്ന് വെച്ചാൽ ദ സിസ്റ്റം ബൈ വിച്ച് ഇറ്റ്സ് എ ഗ്രൂപ്പ് റീപ്രൊഡ്യൂസസ് ഇറ്റ്സെൽഫ്. അതാണ് ഗുരു പറഞ്ഞത്, ഒരു യോനി ഒരു ആകാരം. മനുഷ്യൻ ഒരു ജാതി മനുഷ്യന് മീൻസ് ഒരു ജന്മരീതി മനുഷ്യന്. ചില മനുഷ്യർ പ്രസവിച്ച് ജനിക്കുകയും ചില മനുഷ്യർ അമ്മ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് ജനിക്കുകയല്ലല്ലോ. ഒരു ജന്മരീതിയല്ലേ ഉള്ളൂ മനുഷ്യർക്ക്. അതുകൊണ്ട് ഒരു ജാതി. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ജാതി ഭേദമില്ല എന്ന് ഗുരു പറയുന്നത്. ഒരു ജാതി എന്ന് പറയുന്നത്, ജാതി ഇല്ല എന്നല്ല, ജാതി ഉണ്ട്. പക്ഷെ ഒരു ജാതി മനുഷ്യൻ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതിയാണ്. അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഋഗ്വേദത്തിനെയാണ് കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്. ഋഗ്വേദം പുരുഷ സൂക്തത്തിൽ പറയുന്നു, ജന്മരീതികൾ ലിസ്റ്റ് ചെയ്യാണ് പുരുഷ സൂക്തത്തിൽ. അതിൽ 2 വരി പല്ലുള്ള ഇനങ്ങൾ, കന്നുകാലികൾ, കഴുതകൾ, ഇതിനൊക്കെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് പുരുഷൻ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കഴുതകളും കന്നുകാലിൻ്റെ ഇടയിൽ പറയുകയാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരെയും എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പുരുഷൻ്റെ മുഖത്തു നിന്നും, തോളിൽ നിന്നും, തുടയിൽ നിന്നും, കാലിൽ നിന്നും എന്ന് പറയുന്നു. അപ്പം ഈ ജാതി ജന്മരീതി ആയതുകൊണ്ട് ജാതി ഉണ്ടാകുന്നത് ഋഗ്വേദത്തിലാണ്. എന്നുവെച്ചാൽ 4 വ്യത്യസ്ത ജന്മരീതി ഉള്ള ഇനങ്ങളെ പറയുന്നു. ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇവരുടെ ജന്മരീതികൾ ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ അതായത് അവർ സെപ്പറേറ്റ് ജാതികളാണെന്നാണ്. ബാക്കി മനുഷ്യരെ ഒന്നും ജീവനുള്ള വസ്തുക്കളായിട്ട് കരുതുന്നില്ല. എന്ന് വെച്ചാൽ ജീവൻ വരുന്നത് ജന്മത്തിലൂടെയാണല്ലോ. അപ്പം ജന്മരീതി ഇല്ലെങ്കിൽ ജീവനില്ല, മൃതവസ്തുക്കളാണ്.
ഈ മൃതവസ്തുക്കൾക്ക് ചിലപ്പം അവർ മനുഷ്യരാണെന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ വരും. പക്ഷെ അവർ മൃതവസ്തുക്കളാണ് അക്കോർഡിംഗ് ടു ഋഗ്വേദ. അവരെ കൺട്രോൾ ചെയ്യണം, മാനേജ് ചെയ്യണം. ആകപ്പാടെ ഈ ജീവൻ കൊടുത്തിട്ട് നമ്മൾ മനുഷ്യരായി റെക്കഗ്നൈസ് ചെയ്യുന്ന ആൾക്കാർ ഈ 4 ഇനങ്ങൾ മാത്രമേ ഉള്ളൂ. അവർക്ക് കുറച്ച് ശതാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഓമന പേര് കൂടെ കൊടുത്തു, വർണ്ണം എന്ന് ഭഗവത്ഗീതയിൽ. അവർക്കൊരു ടൈറ്റിലായിട്ട്. മറ്റ് ഈ കഴുതയ്ക്കും വാസ്തവത്തിൽ കഴുതയും കന്നുകാലിയും ഒക്കെ ജാതികളാണ്, പക്ഷെ വർണ്ണങ്ങളല്ല. അപ്പോൾ അവരുമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഇവർക്ക് വർണ്ണങ്ങളോട് എഴുതി കൊടുത്തു, പേര് കൊടുത്തു, സ്ഥാനപ്പേര് കൊടുത്തു. അപ്പോൾ ഈ സമുദായങ്ങൾ ബാക്കി ആരും സമുദായങ്ങളല്ല, മനുഷ്യരല്ല. അവർക്ക് ഒരു സ്വന്തം കൾച്ചറോ സ്വന്തം ഹിസ്റ്ററിയോ സ്വന്തം ഇൻ്റലക്ച്വൽ അപ്രോച്ചോ ഒന്നും ക്ലെയിം ചെയ്യാനുള്ള ഒരു അധികാരമില്ല, ഒരു കലക്റ്റീവ് അധികാരവുമില്ല. അതെല്ലാം ഡേഞ്ചറസ് ആണ്. ഇന്നലെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഒരു എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഞാനൊരു പടം എടുത്തു, അതിവിടെ സായി ബ്രാഹ്മിൻ ടിഫിൻ സെൻറ്റർ. എല്ലായിടത്തും കാണുന്നതാണ് സായി ബ്രാഹ്മിൻ ടിഫിൻ സെൻറ്റർ. ഇപ്പം ഇന്ന് നമ്മളെല്ലാം ഹിന്ദുക്കളാണെന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് സായി ഹിന്ദു ടിഫിൻ സെൻറ്റർ എന്ന് എഴുതുന്നില്ല? ഇവിടെ ബ്രാഹ്മിൻ കൺവെൻഷൻ നടന്നു പാലക്കാട്. എന്തുകൊണ്ട് അതിനെ ഗ്ലോബൽ ഹിന്ദു കൺവെൻഷൻ എന്ന് പറയുന്നതിൽ ബ്രാഹ്മിൻ കൺവെൻഷൻ എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ ഈ ജാതികൾ, ഇവർ മാത്രമേ ഉള്ളൂ ജാതികൾ. ബ്രാഹ്മിൻ, ക്ഷത്രിയ 4 ജാതികളേ ഉള്ളൂ ഈ ലോകത്ത്. അക്കോർഡിംഗ് ടു ജാതി ഉണ്ടാക്കുന്ന ഋഗ്വേദമാണ് 4 ജാതികളേ ഉള്ളൂ. ബ്രാഹ്മിൻ, ക്ഷത്രിയ. ജാതീയത അവർക്ക് മാത്രമേ ഉള്ളൂ. ജാതി ഇല്ലാത്തവർക്ക് ജാതീയത ഉണ്ടാകാൻ ഒക്കില്ലല്ലോ. സോ ഈ ബ്രാഹ്മിൻ, വൈശ്യ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഇവരെ ജാതികളാണ്. ഇവർക്ക് ടിഫിൻ സെൻ്ററൊക്കെ ഉണ്ടാക്കാം. നമുക്കിതിനൊന്നും ഒരു അധികാരമില്ല, ബിക്കോസ് നമ്മൾ മൃതവസ്തുക്കളാണ്. അപ്പം നമ്മൾ ഈ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി അസേർട്ട് ചെയ്യുന്നു. കൾച്ചർ, നമ്മൾ സമുദായങ്ങളാണ്. ഈ ലോകത്ത് എല്ലായിടത്തും ഉള്ളതുപോലെ നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ്സാണ്. നമുക്ക് ഡിസ്റ്റിങ്ക്റ്റീവ് ഐഡിയാസ് ഉണ്ട്, നമുക്ക് ഡിസ്റ്റിങ്ക്റ്റീവ് ആസ്പിറേഷൻസ് ഉണ്ട്, നമുക്ക് ഡിസ്റ്റിങ്ക്റ്റീവ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉണ്ട്, വിശ്വാസങ്ങളുണ്ട്. അതൊന്നും അസേർട്ട് ചെയ്യാൻ പാടില്ല. അത് അസേർട്ട് ചെയ്യുന്നത് ഇവരുടെ എതിരെയാണ്. നമ്മളെ ഒരു ഹോമോജീനസ് കാറ്റഗറി ആക്കി, ഒരു മൈൻഡ്ലെസ് കാറ്റഗറി ആക്കി വെക്കണം. നമ്മൾ ഒരിക്കലും ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ഐഡൻറ്റിറ്റി ആസ് ഇൻഡിവിജ്വൽസ് ഓർ ആസ് ഗ്രൂപ്പ്സിന് അവർ ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇതാണ് ഹാർട്ട് ഓഫ് ദി ബ്രാഹ്മണിക്കൽ ഡിസ്കോഴ്സ്. ഇതിനെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. ഈ ബ്രാഹ്മണാദികൾക്ക് മാത്രം മനുഷ്യാനാം മനുഷ്യത്വം ജാതി ഗോത്വം ഗവാം യഥ. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി, പശുക്കൾക്ക് ഗോത്വം എന്ന പോലെ എന്നുള്ള സത്യം ഈ ബ്രാഹ്മണാദികൾക്ക് മാത്രം മനസ്സിലാവും. എല്ലാവർക്കും അറിയാവുന്ന സത്യം ഈ ബ്രാഹ്മണാദികൾക്ക് മാത്രം മനസ്സിലാകുന്നില്ലല്ലോ. കഷ്ടം എന്ന് ഗുരു പറയുന്നു. പക്ഷെ ആക്ച്വലി അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർക്കറിയാം നമ്മൾ മനുഷ്യരാണ്. അവർക്ക് നല്ലോണം അറിയാം നമ്മൾ മനുഷ്യരാണ്. പക്ഷെ ആ മനുഷ്യത്വത്തിനെ ഡിനൈ ചെയ്ത് നമ്മളെ ഓർഗനൈസ് ചെയ്ത് നമ്മളുടെ ഒരു സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ടാക്കി നമ്മളെ എംപവർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അവർ ഒരിക്കലും നമുക്ക് തരില്ല. അതുകൊണ്ടാണ് കാസ്റ്റ് സെൻസസ് ഡിനൈ ചെയ്യുന്നത്. അതിൻ്റെ എതിരെയാണ് ഡോക്ടർ അംബേദ്കർ ഒരു ഓപ്പൺ ആർക്കിടെക്ചറുള്ള ഓൾ കമ്മ്യൂണിറ്റീസ് മസ്റ്റ് ഹാവ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓൾ കമ്മ്യൂണിറ്റീസ് വിൽ ഇൻക്ലൂഡ് social groups, gender, women, any groups that are not represented, persons with disability, LGBTQ, എല്ലാവരും കമ്മ്യൂണിറ്റീസ് ആണ്. We all belong to multiple communities. ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല. നമുക്ക് അംഗത്വമുള്ള എല്ലാ കമ്മ്യൂണിറ്റീസും സ്ട്രോങ് ആകണം, എന്നാലേ നമുക്ക് ശക്തിയുള്ളൂ. അത് ട്രേഡ് യൂണിയൻ ആകാം, ഒരു ലിറ്റററി അസോസിയേഷൻ ആകാം, പൊളിറ്റിക്കൽ അസോസിയേഷൻ ആകാം, പ്രൊഫഷണൽ അസോസിയേഷൻ ആകാം. ഈ കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്ന ഫണ്ടമെൻ്റൽ റൈറ്റാണ് അണ്ടർ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ഓഫ് അസോസിയേഷൻ. ആ അസോസിയേഷനിൽ ഉണ്ടാകുന്നതാണ് കമ്മ്യൂണിറ്റി. അതൊരിക്കലും ഗവൺമെൻറ് നിയന്ത്രിക്കാൻ പാടില്ല. ആ കമ്മ്യൂണിറ്റി മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് റെപ്രസെൻറ്റഡ്. ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ഈയിടെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് സ്റ്റുഡൻസ് ചെയ്തു. they claimed that they were establishing a new religion.
ആ റിലിജൻ്റെ ഓൺലി ക്രൈറ്റീരിയൻ ഇസ് സ്റ്റാൻഫോർഡ് കാഫറ്റേരിയയിൽ നിന്ന് ഫ്രൂട്ട് ജ്യൂസ് കഴിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഒരു മതം. അവർ അപ്ലൈ ചെയ്തു, ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം ഒരു റിലിജൻ എന്ന് പറഞ്ഞു. ഗവൺമെൻറ് അതിനെ റെക്കഗ്നൈസ് ചെയ്തു. അതാണ് നിങ്ങളുടെ മതമെങ്കിൽ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്തു. ഗവൺമെൻറ് ജോബ് ഇസ് ഓൺലി ടു റെക്കഗ്നൈസ് അസോസിയേഷൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, നോട്ട് ടു ക്രിയേറ്റ് ദം ഓർ അറ്റാക്ക് ദം, സബ്ജക്റ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഓഫ് കോണ്ടക്ട്, equality, liberty, fraternity, dignity, and the responsibility not to commit crimes. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്കാണ് ഡോക്ടർ അംബേദ്കർ നമുക്ക് തരുന്നത്. എനി അസോസിയേഷൻ ഫോംഡ്, എനി കമ്മ്യൂണിറ്റി ഫോംഡ് ബൈ എക്സസൈസ് ഓഫ് ദ റൈറ്റ് ടു അസോസിയേഷൻ മസ്റ്റ് ഹാവ് റെപ്രസെൻറ്റേഷൻ. ഹൗ മച്ച് റെപ്രസെൻറ്റേഷൻ and by who is to be decided. By who? By the community itself. How much? Based on the criteria of population and size and effectiveness and lack of representation. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്ക് വന്നാൽ ഇന്ത്യ വിൽ ബി എ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ഈ പ്രാതിനിധ്യമുള്ള ജനാധിപത്യം ഉണ്ടാകുന്നത് വരെ ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടെന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ ഒക്കില്ല. പ്രാതിനിധ്യ ജനാധിപത്യമാണ് ഈ വൈവിധ്യമുള്ള ഈ രാജ്യത്ത് ജനാധിപത്യത്തിൽ എത്തണമെങ്കിൽ ആദ്യത്തെ ചുവട്, ആദ്യത്തെ റിക്വയർമെൻറ്റ് പ്രാതിനിധ്യ ജനാധിപത്യം ഉണ്ടാകണമെന്നാണ്. ചുമ്മാ അത് എലക്ഷൻ വെച്ചിട്ട് ഒരു ഡെമോക്രസി ആകില്ല നമ്മൾ. അത് ആവശ്യമുണ്ട്, പക്ഷെ അത് മാത്രം പോരാ. സോഷ്യൽ ഡെമോക്രസി ആകണം, ഇക്കണോമിക് ഡെമോക്രസി ആകണം. അപ്പം അങ്ങനെ പ്രാതിനിധ്യ ജനാധിപത്യമുള്ള ഒരു ഭരണകൂടത്തിൽ നിന്നാണ് സോഷ്യൽ ജസ്റ്റിസ് എന്താണെന്ന് ഡിഫൈൻ തന്നെ ചെയ്യേണ്ടത്. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. അത് ജസ്റ്റിസിൻ്റെ കോണ്ടന്റ് എന്താണെന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ഫോർ ഡിഫൈനിങ് ജസ്റ്റിസ് ഇൻ എ ഡെമോക്രാറ്റിക് മാനർ, പ്രൊട്ടക്റ്റിംഗ് മൈനോറിറ്റി റൈറ്റ്സ്. ഈയിടെ ഞാൻ ലൈഫ് ലോയിൽ ഐ വാസ് ഗിവിങ് എ ടോക്ക്. അപ്പോൾ അവിടെ ഞാൻ പറയുന്നത് ബേസ്ഡ് ഓൺ വേരിയസ് അതർ സോഴ്സസ് that ultimately the purpose of democracy is to protect individuals and minority groups. അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ആവശ്യമില്ല. പവർഫുൾ ഗ്രൂപ്പ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഡെമോക്രസിയുടെ ആവശ്യമില്ലെന്ന് മാത്രമല്ല, അവർക്കതൊരു ഇൻ്റർഫിയറൻസ് ആണ് ഈ ഡെമോക്രസി, പവർഫുൾ ഗ്രൂപ്പ്സിന്. അപ്പോൾ ഓൺലി പേർപ്പസ് ഓഫ് ഹാവിങ് എ ഡെമോക്രസി വ്യക്തികളെയും മൈനോറിറ്റി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമാണ് ഡെമോക്രസി. ആ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ഡെമോക്രസി ഇല്ല. വോട്ട് ചെയ്താലും വോട്ട് ചെയ്തില്ലെങ്കിലും. അതാണ് ഡെമോക്രസിയുടെ അന്തസത്ത്. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ആ ഡെമോക്രാറ്റിക് റൈറ്റ് ഉപയോഗിച്ച് അസോസിയേഷൻസ് ഫോം ചെയ്യാം, അസോസിയേഷൻസ് റെപ്രസെൻറ്റേഷൻ വേണം. ആ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വിൽ ഫോർമുലേറ്റ് ലോസ്, പോളിസീസ്, എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്, ജുഡീഷ്യൽ ബ്രാഞ്ച്. ആക്ച്വലി നമ്മളുടെ വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യമാണ്, നമ്മൾ ജനാധിപത്യം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവ്സ് us എ ഫ്രെയിം വർക്ക് ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. അതുകൊണ്ടാണ് പ്രിയാമ്പിളിൽ പറയുന്നത്, we the people of India having solemnly resolved to constitute India. ഫ്യൂച്ചർ ആണ്, ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ. പ്രിയാമ്പിളിൽ ഇതല്ല പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇന്ത്യ ഇൻ ടു എ ഡെമോക്രസി എന്നല്ല, ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോഷ്യലിസ്റ്റ്, സോവറിൻ സോഷ്യലിസ്റ്റ്, സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അപ്പോൾ ഇതൊരു ജേർണി തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ 8th ഡെക്കേഡിലാണ്, നമ്മൾ അതിൽ എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ എതിരെ ഒരു വലിയ ബാക്ക്ലാഷാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ബാക്ക്ലാഷിനെ കൗണ്ടർ ചെയ്യാൻ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നെസസറി ആയിട്ടുള്ള ഒരു ആയുധം ഡോക്ടർ അംബേദ്കർ, സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയുള്ള ആയുധം ഡോക്ടർ അംബേദ്കറിൻ്റെ കോൺസെപ്റ്റ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ജാതി സെൻസസ് ഞാൻ പറയില്ല, സാമുദായിക സെൻസസ്, കാസ്റ്റ് സെൻസസ് അല്ല, ഔട്ട്കാസ്റ്റിൻ്റെ അതിൻ്റെ സെൻസസ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് സാമുദായിക വിഭാഗങ്ങളുടെ സെൻസസ് തീർച്ചയായിട്ടും അതിൽ നടത്തണം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിക്കാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ടു ടേക്ക്. ഇതിൽ വേറൊരു ആസ്പെക്റ്റ് കൂടെ ഉണ്ട്, നാരായണ ഗുരു എംഫസൈസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 കണ്ടീഷൻസ് വേണം നമുക്കൊരു ഡെമോക്രസി ആകാൻ. ഒന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. നാരായണ ഗുരു വളരെ റാഡിക്കലായിട്ടൊരു കാര്യം പറഞ്ഞു.
ഈ RSS സെപ്റ്റംബർ 27, 1925 ഉണ്ടാകുന്നതിൻ്റെ 11-ാം ദിവസം കേരള കൗമുദിയിൽ ഒരു സംവാദം പത്രാധിപരും CB കുഞ്ഞിരാമനും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംവാദം പ്രിന്റ് ചെയ്തു 11-ാം ദിവസം. അതിൽ ഗുരു പറയുന്നു, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. ഹിന്ദുവിനെ ഇംപ്രൂവ് ചെയ്യണം, റിഫോം ചെയ്യണം എന്നല്ല, ഹിന്ദു വിടണം എന്നല്ല, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് ഗുരു പറയുന്നു. ദാറ്റ് റിമെയിൻസ്. അതാണ് ഏറ്റവും പവർഫുൾ ക്വസ്റ്റ്യനിങ് ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് ഹിന്ദു. ഗുരു അതിനു മുമ്പ് സർവമത സമ്മേളനം നടത്തി 2024. ഇതിലും അതിലും ഗുരു പറയുന്നത് ഈ ഹിന്ദു എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞാൻ വളരെ ബ്രീഫ്ലി അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് ഗുരു ബേസിക്കലി പറയുന്നത് ഇതൊരു ഫോൾസ്ഹുഡാണ്. ഹിന്ദു ഒരു റിലിജനാണെന്നുള്ളത് ഒരു ഫോൾസ്ഹുഡാണ്. ഈ ഫോൾസ്ഹുഡ് അവസാനിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കില്ല. ഈ ഫോൾസ്ഹുഡ് നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാകില്ല, ഇവിടെ ജനാധിപത്യം ഉണ്ടാകില്ല എന്നാണ് ഗുരു സൂചിപ്പിക്കുന്നത്. എന്താണ് ഗുരുവിൻ്റെ ലോജിക്ക് ഇത് പറയുന്നതിൽ? ഗുരു പറയുന്നു, ഇപ്പോൾ അത് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം വളരെ ബ്രീഫ്ലി. ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങളുടെ റിലിജൻ എന്താണെന്ന് ചോദിക്കുന്നു. ഞാൻ ഉത്തരം പറയുന്നു, എൻ്റെ റിലിജൻ സെമൈറ്റിക് റിലിജനാണ് ഞാൻ പറയുന്നത്. സെമൈറ്റിക് റിലിജനാണെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഒരു ക്വസ്റ്റ്യൻ വരും, സെമൈറ്റിക് റിലിജൻ എന്ന് വെച്ചാൽ എന്താണ്? ആർ യു ക്രിസ്ത്യൻ, ആർ യു മുസ്ലിം, ആർ യു ജൂയിഷ്? ബിക്കോസ് സെമൈറ്റിക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നെയിമാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് റിലിജൻസിൻ്റെ പേരാണ്. ഇറ്റ്സ് നോട്ട് എ റിലിജൻ. സെമൈറ്റിക് റിലിജൻ ആണെങ്കിൽ യു ഹാവ് ടു ക്ലിയർലി സേ വിച്ച് ഓഫ് ദി സെമൈറ്റിക് റിലിജൻസ് ഈസ് യുവർ റിലിജൻ. സെമൈറ്റിക് ഇസ് നോട്ട് എ റിലിജൻ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് കാരണവശാൽ ഈ മുസ്ലിം ആണെങ്കിൽ യു കനോട്ട്, ദർ ആർ പാർട്സ് ഓഫ് ദി അതർ റിലിജൻസ് യു കനോട്ട് അക്സെപ്റ്റ്. സിമിലർലി ക്രിസ്ത്യൻ ഓർ ജൂയിഷ് ആണെങ്കിൽ ദർ ആർ അതർ പാർട്സ് ഓഫ് ദ റിലിജൻ വിച്ച് യു വിൽ നോട്ട് അക്സെപ്റ്റ് ആൻഡ് യു കനോട്ട് അക്സെപ്റ്റ്. അതുകൊണ്ട് റിലിജൻ എന്താണെന്ന് പറയണം. ഗുരു പറയുന്നത് ഹിന്ദു എന്ന് പറയുന്നത് 11 മതങ്ങളുടെ, ഞാൻ കമൻറ്റ് ചെയ്യുന്നത് ആര്യൻ മതങ്ങളാണ്, 11 മതങ്ങളുടെ പൊതുപ്പേരാണ് ഹിന്ദു എന്നാണ് ഗുരു പറയുന്നത്. ആ 11 മതങ്ങൾ ഏതാണ്? 11 മതങ്ങൾ വൈദിക മതം, പൗരാണിക മതം, വൈഷ്ണവ മതം, ശൈവ മതം, പിന്നെ ഈ സാഖ്യമതം, മീമാംസ മതം, വൈശേഷിക മതം, ശാക്തേയ മതം, ഇങ്ങനെ 11 മതങ്ങളെ ഗുരു ലിസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഗുരു പറയുന്നു, ഈ 11 മതങ്ങളുടെയും പൊതുപ്പേരാണ് ഹിന്ദു. പൊതുപ്പേരൊരു മതമല്ല. അപ്പം ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കാണുന്ന അമ്പലങ്ങളൊക്കെ പോയി ഞാൻ തൊഴുകയാണ്. എൻ്റെ റിലിജൻ ഹിന്ദുവാണ് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതൊരു പൊതുപ്പേരാണ്. അപ്പോൾ സെമൈറ്റിക് റിലിജൻ ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാ മോസ്കിലും കയറുന്നു, എല്ലാ പള്ളിയിലും കയറുന്നു, എല്ലാ ക്രിസ്ത്യൻ ചേർച്ചിലും, എല്ലാ സിനഗോഗിലും കയറുന്നു. ഞാൻ സെമൈറ്റിക് ആണെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ മനസ്സിൽ വ്യക്തതയില്ല, എനിക്ക് റിലിജൻ ഇല്ല. ആക്ച്വലി ഈ 11 മതങ്ങളെക്കുറിച്ചും ഒരു വ്യക്തത ഇല്ലാതെയാണ് പലരും ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ട് ഈ ആധ്യാത്മികതയിൽ അപ്രോച്ച് ചെയ്യുന്നത്. അതിൽ ഒരു തെറ്റും ഗുരു കാണുന്നില്ല, ഞാനും കാണുന്നില്ല. എല്ലാത്തിലും ഒരു ആധ്യാത്മികത കണ്ട്, ദൈവികം ആണെന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റ് അത് അവർ ഡിസൈഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതല്ല. അതിലൊരു ഒബ്ജക്ഷൻ നമുക്കില്ല. ഇപ്പോൾ ഇവിടെ വെളിയിലൊരു മരമുണ്ട്, അതെല്ലാം പൂജിക്കണമെങ്കിൽ അതിലൊരു തെറ്റ് ഞാൻ കാണുന്നത്. അപ് ടു ഈച്ച് പേഴ്സൺ ടു ബിലീവ്. ഫ്രീഡം ഓഫ് ആർട്ടിക്കിൾ 25 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവ്സ് ഫ്രീഡം ഓഫ് ഫെയ്ത്ത് ആൻഡ് ബിലീഫ്. അതിന് ഒരു തെറ്റുമില്ല. ഗുരു തന്നെ എല്ലാ വിശ്വാസങ്ങളെയും അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ പ്രശ്നം എന്താണ്? അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ റിലിജൻ്റെ പൊതുപ്പേര് ഹിന്ദു എന്നല്ല. എന്നുവെച്ചാൽ ഒരു ഹിന്ദു ആണെങ്കിൽ ഈ 11 റിലിജൻസിൻ്റെ ഏതെങ്കിലും ഒന്നിൽ വിശ്വസിക്കാൻ ഒക്കുള്ളൂ, എന്നാലേ ഹിന്ദു ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഈ 4 ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര അവർക്ക് ചിലപ്പോൾ അങ്ങനെ അറിയാമായിരിക്കും. അവർ വൈഷ്ണവരാണ്, ശൈവരാണ്, അല്ലെങ്കിൽ സാക്തേയരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ അദ്വൈതരാണ്, അല്ലെങ്കിൽ വിശിഷ്ട അദ്വൈതരാണ്, അല്ലെങ്കിൽ ദ്വൈതരാണ്.
അപ്പോൾ അവർക്ക് അതിനനുസരിച്ച്, അതുകൊണ്ടാണ് പലരും വൈഷ്ണവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ശൈവ ക്ഷേത്രങ്ങളിൽ തൊഴില്ല. എന്ന് വെച്ചാൽ അവർക്കറിയാം നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പം പലർക്കും, എല്ലാവർക്കും അല്ല, പലർക്കും എന്തിനെ തൊഴുന്നു, എന്താണ് റിലിജൻ, എന്താണ് ഈ പ്രീസ്റ്റ് പറയുന്നത്, എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് വി ഡോണ്ട് കെയർ, വി ഡോണ്ട് ഹാവ് കെയർ, വി മേ കെയർ ബട്ട് വി ഡോണ്ട് നോ. അപ്പം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, എല്ലാത്തിനെയും പൂജിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ ഹിന്ദു എന്നുള്ള മതപ്പേരല്ല. അതിൻ്റെ മതപ്പേര് ഗുരു പറയുന്നത്, പൊതുപ്പേര് ഗുരു പറയുന്നത് മാനവധർമ്മം എന്നാണ്. മാനവധർമ്മം എന്നാണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ എല്ലാത്തിലും സേക്രഡ്നെസ് കാണുന്നു, എല്ലാത്തിനോടും വേർഷിപ്പ് ചെയ്യുന്നു. ഞാൻ തന്നെ തീരുമാനിക്കുന്നു എന്താണ് സേക്രഡ്, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്താണ് ദൈവം, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ ആ അപ്രോച്ചിൻ്റെ പൊതുപ്പേര് മാനവധർമ്മം എന്നാണ് ഗുരു പറയുന്നത്, ഹിന്ദു അല്ല. പക്ഷേ ഈ ഹിന്ദു ഒരു മതമാണ്, പൊതുപ്പേരല്ല, ഒരു മതമാണ് എന്നുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇവിടുത്തെ എൻറ്റയർ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഇസ് ബീങ് കൺസ്ട്രക്റ്റഡ്. അതിൻ്റെ പേരിലാണ് ഈ ഓളിഗാർക്കി ഭരിക്കുന്നത്. അതിന് ഉപയോഗിച്ചാണ് നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഫ്രീഡം ഓഫ് അസോസിയേഷൻ ഉണ്ട്, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുണ്ട്, ബിലീഫുണ്ട്, ഫിലോസഫി ഉണ്ട്. അതിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, സമത്വമുണ്ട്, സ്വാഭിമാനമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വത്വങ്ങൾ, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റീസ്, ഉള്ള സ്വത്വവും കമ്മ്യൂണിറ്റീസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്കുണ്ട് എന്ന് അംഗീകരിക്കാൻ ഈ ഓളിഗാർക്കി ഒരിക്കലും പറ്റാത്തത്. അവരുടെ റിലിജൻ അനുസരിച്ച് മൃതവസ്തുക്കളായി കാണുന്നു. നമ്മൾ ചിന്തിക്കാൻ പാടില്ല, നമ്മൾ വെറുതെ മൃതവസ്തുക്കളായി തന്നെ നിൽക്കണം എന്നുള്ള ഒരു ബിലീഫ് കാരണമാണ്. ആ ബിലീഫിനെ ഇൻഡ്യൂസ് ചെയ്യാനാണ് ഈ തെറ്റായിട്ടുള്ള പൊതുപ്പേര്, നമ്മളുടെ റിലീജിയസ് പ്രാക്ടീസസിന് ഒരു തെറ്റായിട്ടുള്ള പൊതുപ്പേര് തരുന്നത്. അതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത് ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ, അത് മതമല്ല, ഒരു പേരാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഫൗണ്ടേഷണൽ ഇഷ്യൂസ് ടാക്കിൾ ചെയ്താലേ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പോസ്റ്റ് അയോധ്യ ഇന്ത്യ, അവർ തന്നെ പറയുന്നത് അയോധ്യ ഇസ് ആയിരക്കണക്കിന് വർഷങ്ങൾ നമ്മൾ ഓർക്കാൻ പോകുന്ന ഒരു ടേണിംഗ് പോയിന്റ് ഓഫ് ഇന്ത്യയാണ്. ഈ ഓളിഗാർക്കിയുടെ ഭരണം വളരെ ഫേമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഇതിനെ നമ്മൾക്ക് സക്സസ്ഫുള്ളി ഡെമോക്രാറ്റിക്കലി പീസ്ഫുള്ളി നമുക്കിതിനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. ഫോർ ഗെറ്റിംഗ് സോഷ്യൽ ജസ്റ്റിസ്, വൺ ഇസ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, ആൻഡ് സെക്കൻഡ് ആസ്കിങ് ourselves ഹിന്ദു എന്നുള്ളൊരു വാക്കിൻ്റെ എന്താണ് അതിൻ്റെ റിയൽ സിഗ്നിഫിക്കൻസ്, നമ്മുടെ മതമാണോ അല്ലയോ, എന്തുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഇങ്ങനത്തെ ഒരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞത്. നമ്മളുടെ ആധ്യാത്മിക വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എല്ലാം ശരിയായി, കറക്റ്റായി, കൃത്യമായി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പൊതുപ്പേരാണോ ഹിന്ദു, അതോ മറ്റൊരു പൊതുപ്പേരാണോ, ഈ മാനവധർമ്മം പോലെ മറ്റൊരു പൊതുപ്പേരാണോ? എന്താണ് എൻ്റെ റിലിജൻ, എന്താണ് എൻ്റെ റിലിജൻ എന്ന് 80% ഇന്ത്യയുടെ ആൾക്കാർ വളരെ ഡീപ്പായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ടു പ്രൊട്ടക്ട് ദെയർ ഓൺ ഫ്രീഡം ഓഫ് റിലിജൻ ആൻഡ് നോട്ട് ലെറ്റ് ഇറ്റ് ഗെറ്റ് ഡിസ്ട്രോയിഡ് ബൈ. ഇപ്പം നമ്മളെ വൈഷ്ണവിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഇൻഡയറക്ട്ലി. വൈഷ്ണവിസം ഇസ് സ്ലോലി ബീങ് ഡെവലപ്ഡ് ആസ് ദി മെയിൻ റിലിജൻ. വേറെ ഈ 11 എണ്ണത്തിൽ വേറെ 1-2 കൂടെ കാണും. അതാണ് നമ്മുടെ റിലിജൻ എന്ന് നമ്മളുടെ റിലിജനാക്കി മാറ്റുകയാണ്. നമ്മളുടെ ക്ലിയർ ആയിട്ടുള്ള മതബോധം, പണ്ടിവിടെ മൂത്തപ്പനും ക്ലിയർ ആയിട്ടുള്ള മതബോധം ഉണ്ടായിരുന്നു. അതിനെല്ലാം വീക്കൺ ചെയ്ത് ദുർബലമാക്കി നമ്മളുടെ ആധ്യാത്മിക അവയർനെസ് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെ ആക്കി നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു കോൺഷ്യസ് അവയർനെസ് ഓഫ് നമ്മുടെ റിലീജിയസ് ബിലീഫ്സ് ഇല്ലാതെ എല്ലായിടത്തും നമ്മളിങ്ങനെ കറങ്ങുകയാണ്, വിതൗട്ട് നോയിങ് വാട്ട് അവർ റിയൽ റിലിജൻ ഇസ്. അതിനെ നമ്മൾ മാറ്റി വി മസ്റ്റ് കം ബാക്ക് ആൻഡ് അസേർട്ട് അവർ റിലിജിയോസിറ്റി ത്രൂ ദ കോൺസെപ്റ്റ് ഓഫ് മാനവധർമ്മ. ആൻഡ് ഈ ഹിന്ദു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് മതമാണോ അല്ലയോ എന്നുള്ള ഗുരു റേസ് ചെയ്ത് 100 വർഷം മുമ്പ് ഗുരു റേസ് ചെയ്ത ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഡീപ്പായിട്ട് ഡിബേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതാണ് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി ഇതിനെയൊക്കെ നിർത്താനാണ് കാസ്റ്റ് സെൻസസ് റെസിസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ സോഷ്യൽ ജസ്റ്റിസിന് വേണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വളരെ നന്ദി.